ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഇന്നത്തെ ചായക്കടി കടലക്കറിയും നെയ്പ്പത്തിലുമാണ്. അതാ കടല കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നെയ്പ്പത്തിലിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇന്ന് ഓണപ്പരിപാടി ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് വേഗത്തിൽ തന്നെ പോകണം. ഇത് കുറച്ച് തിരക്കുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ അതാ കടല വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്പ്പത്തിലിൻ്റെ ചട്ടിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കടല ഒന്ന് വറവിട്ടെടുത്താൽ കറി ഇവിടെ സെറ്റായി. ഇനി ഇതാ വേഗം നെയ്പ്പത്തിലും കൂടെ വെച്ചിട്ടെടുക്കട്ടെ. നമുക്ക് ഇന്ന് 8:15 ബസ് വരും കേട്ടോ. ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. മുമ്പ് ഓണപ്പൂക്കൾ ഒരുക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ പൂക്കൾ തയ്യാറാക്കി വെക്കുമായിരുന്നു അല്ലേ. പാടത്തും പറമ്പിലൊക്കെ പോയി. ഇന്ന് അതൊന്നുമില്ല കേട്ടോ. ഇന്ന് വീട്ടിലുണ്ടെങ്കിൽ എടുക്കുക, അതല്ലെങ്കിൽ വാങ്ങുക. അപ്പോൾ അതാ നെയ്പ്പത്തിലും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി വേഗം മോൾക്ക് ചായ കൊടുക്കട്ടെ. ചായ ഒഴിക്കുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട് വീഡിയോ എടുക്കാമെന്നെങ്കിൽ ഞാൻ വരികയില്ല. അപ്പോൾ യൂണിഫോമൊന്നും വേണ്ടിട്ട, കളറാണ്. ഒന്ന് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. നമുക്ക് യൂണിഫോമൊന്നും വേണ്ട, കളറൊക്കെ ഇട്ട് പോകാമല്ലോ. അപ്പോൾ അതാ മോള് ചായ ഒക്കെ കുടിച്ച് പോയി. ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ മുറ്റടി കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വെച്ച്. ഒരാഴ്ച ആയിട്ടുള്ള മുറ്റത്തെ പുല്ലൊക്കെ ചെത്തിയിട്ട് ഇപ്പോൾ ആദ്യം പൊടിക്കാൻ തുടങ്ങി. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് കയറിയതാ. പാത്രങ്ങളെല്ലാം ഒഴിച്ച് കഴുകട്ടെ. എന്നിട്ട് വേഗം ചായയും കൂടെ കുടിച്ചാൽ പിന്നെ ലഞ്ചിൻ്റെ കാര്യം നോക്കാമല്ലോ. പിന്നെയില്ലേ, ഈ കട്ടിംഗ് ബോർഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടാ. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. അധിക ദിവസവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ലഞ്ച് കൊണ്ട് റെഡിയാക്കലുണ്ട്. ഇന്നത് ചെയ്തിട്ടില്ല. ഇന്നിപ്പം വേഗം പാത്രങ്ങൾ കഴുകലും പുറംപടികളും കഴിയട്ടെ, എന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇന്ന് നല്ല വെട്ടവും വെളിച്ചമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് കുറേ അലക്കാനും ഇന്നലത്തെ കുറേ അലക്കി വിരിച്ചിടാനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ ഇതാ പാത്രങ്ങളും കൂടി കഴുകിയെടുക്കട്ടെ. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചായ കുടിയും അലക്കലും അലക്കിയത് വിരിച്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യം നോക്കട്ടെ. ഇന്നലെ ഞാൻ ബദനി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ എനിക്ക് പൊരിക്കൽ നടന്നില്ല. ഇന്നിത് ലഞ്ചിന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. ചോറിനുള്ള വെള്ളം ഞാൻ പുറത്തെ വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ കറിക്കായിട്ട് മുതിരയാട്ട കറി വെക്കുന്ന മുതിര വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് അയിലയുണ്ട്, അതും കൂടെ മുളകിടാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഇതാ മുതിര കഴുകി കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. മുതിരയായാലും പയറായാലും ഇങ്ങനെ കുറേ ഞാനിങ്ങനെ വറുത്ത് പൊടിച്ച് വെക്കൂട്ടാ. എന്നാൽ കറി വെക്കാൻ ഈസിയാണല്ലോ. ഇനിയിപ്പോൾ ഇതാ ഇത് വേകുമ്പോഴത്തേക്ക് ഞാൻ ബദനി കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ട് തേച്ച് വെക്കട്ടെ. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാട്ടാ. പക്ഷേ ഈ പച്ച കളറിനെക്കാട്ടും നല്ലത് ആ മെറൂൺ കളറുള്ള ബദനി. അതിന് നല്ല ടേസ്റ്റ് കുറച്ച് കൂടുതൽ തന്നെയല്ലേ. അതിൻ്റെ അത്ര ടേസ്റ്റ് ചെയ്യുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് കുറേ കായ്കൾ ഉണ്ടായിക്കേനു. പിന്നെ അത് ഞാൻ
ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കാമെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് മുട്ടിട്ട് ഇങ്ങനെ പൂവിടും. ഒന്നോ രണ്ടോ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാനത് പൊരിച്ച് ചാടുകയൊന്നും ചെയ്തില്ല. നമ്മളെ വീട്ടുമുറ്റത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് പറിച്ച് കറി വെക്കുകയോ ഉപ്പേരി വെക്കുകയോ ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഒരു സന്തോഷമല്ലേ. ഇവിടെ ഒരുപാട് ഉപ്പേരി വെക്കാനൊക്കെ കുറേ ചീരയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അധികം ചീരയൊക്കെ വെക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇതാ മുതിര വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തേങ്ങയും മുതിരയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഉള്ളിയിട്ട് വറവിട്ടെടുക്കട്ടെ. ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഞാൻ ചോറ് വെന്തിട്ടുണ്ടോ എന്ന് ചെന്ന് നോക്കണ്ട കേട്ടോ. ഇവിടെ ചില സമയം അകത്തുള്ള അടുപ്പിൽ അങ്ങനെ കത്തൂല. അപ്പം ഞാൻ പുറത്ത് അങ്ങനെ വെക്കും. ചോറ് മാത്രം അവിടെ ആകുമ്പോൾ ബാക്കിയൊക്കെ ഗ്യാസും ആക്കും. ഇനിയിപ്പോൾ ഇതാ കറി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇത് മുഴുവനായിട്ടൊന്നും ഇതിൽ കൊള്ളൂല. 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതവിടെ ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഞാൻ മീനിൻ്റെ അകത്ത് മസാലയൊക്കെ പെരക്കി വെക്കട്ടെ. തക്കാളിയൊക്കെ കട്ട് ചെയ്ത് പുളിയൊക്കെ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഈ മീനിട്ട പാത്രം ഞാൻ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയ കേട്ടോ. ഇതിൻ്റെ 3 എണ്ണം ഉണ്ട്, 3 കളറായിട്ട്. ഇതിൻ്റെ തൊട്ട ചെറുത്, അതിൻ്റെ ചെറുത്. നല്ല ക്വാളിറ്റി ഉള്ള പാത്രം കേട്ടോ. ഞാനിങ്ങനെ ഓരോരോ വീഡിയോയിലൊക്കെ കണ്ടിട്ട് തന്നെ വാങ്ങിയതാണ്. അപ്പം നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ പതനയും കൂടെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യം റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൂടെ കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.